ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ? എനിക്ക് പഠിക്കുന്ന കാലത്തെ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒരു ബിസിനസ് സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇത്തവണ ലീവിൽ നാട്ടിൽ വന്നപ്പോഴാണ് എന്തുകൊണ്ടൊരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് തുടങ്ങിക്കൂടാ എന്ന് തോന്നി തുടങ്ങിയത്. നാട്ടിൽ വന്നാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ശിഷ്യുമായിട്ട് ഇതൊന്ന് സംസാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് തുടങ്ങാം എന്ന തീരുമാനത്തിലെത്തുന്നത്. പിന്നെ എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ ഫാമിലി ഫുൾ കട്ട സപ്പോർട്ടായിരുന്നു. പിന്നീട് ഓൺലൈൻ പേജിന് ഒരു പേര് കണ്ടുപിടിച്ചു, സംഭവം അങ്ങ് ആരംഭിച്ചു. ഏറ്റവും വലിയ ടാസ്ക് ഹോൾസെയിലേഴ്സിനെ കണ്ടുപിടിക്കുന്നതെന്നായിരുന്നു. ഞങ്ങളുടെ പേജ് ഓപ്പൺ ചെയ്തപ്പോഴും കസ്റ്റമേഴ്സിനേക്കാളും ഹോൾസെയിലേഴ്സിനെ എങ്ങനെ കിട്ടിയെന്നായിരുന്നു കേട്ടോ ഒരുപാട് പേര് ചോദിച്ചത്. ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ജ്വല്ലറി ഹോൾസെയിലേഴ്സിനെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം. പിന്നെ ഒരു ദിവസം ഞങ്ങൾ നേരെ കോയമ്പത്തൂരിലേക്ക് വിട്ടു കേട്ടോ. ആകെ ഉണ്ടായിരുന്ന 10 ദിവസത്തിലെ ലീവ് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നെക്സ്റ്റ് ടാസ്ക് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. ഞാൻ പോകുന്നതിന് മുമ്പ് 2 ദിവസത്തെ ടൈം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ എന്താക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. പക്ഷെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ലെസൺസ് പഠിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് എപ്പോഴും ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെ പിന്നീട് ചേച്ചി പറഞ്ഞു, ചേച്ചി ഒരു റിംഗ് ലൈറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫോട്ടോസും സ്വന്തമായിട്ട് എടുക്കാമല്ലോ എന്ന്. എല്ലാം സെറ്റാക്കി UK വന്നപ്പോഴാണ് കേട്ടോ അടുത്ത സീൻ. ഇന്ത്യ UK ആയിട്ട് 4.5 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി വിൻ്ററായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഞങ്ങൾ കൂടുതലും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന ശേഷമാണ് കേട്ടോ ബിസിനസ് ചർച്ചകളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോഴേക്കും നാട്ടിലെ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓൺലൈൻ ആൻഡ് ഇൻസ്റ്റോർ ഹോൾസെയിലേഴ്സിനെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചും പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഷിപ്മെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.